ആരാ ആരാന്നൊക്കെ പിന്നെ പറയാം, ഇരിക്കാദ്യം. ആഹാ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ? ആ അത് തന്നെ പറഞ്ഞു, ഇരിക്കി. എന്നിട്ട് പറയാൻ കാര്യം എന്നാന്ന്. വരുന്നൊരു പരിഹാസം ഈ ഘട്ടത്തിൽ ഇത്രയും ഈ മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ പറയുകയും ചെയ്യും. ഈ വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അത്തരത്തിലൊരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ? ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. നമ്മുടെ ഈ ലഹരി രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. ഈ മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും കള്ള് കേരളത്തിലുള്ള പാനീയമാണല്ലോ. തനിക്ക് നാണമില്ലേണോ? ഇല്ല കള്ള, എനിക്ക് അറിഞ്ഞൂടാഞ്ഞിട്ട് ചോദിക്കണേ. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? കള്ള് കേരളത്തിലുള്ള പാനീയമാണല്ലോ. അറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. അത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ രണ്ടായി തന്നെ കാണണമല്ലോ. അത് രണ്ടായിട്ട് കണ്ടാൽ മതിയാവും. എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. നമുക്ക് തന്നെ അറിയാലോ അത് രണ്ടിൻ്റെയും ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള സംബന്ധിച്ചിടത്തോളം. അപ്പം അത് ആ നിലയിൽ തന്നെ കണ്ടാൽ മതിയാവും. തൊഴിലാണ് എന്റെ ചോറ്, ചോറാണ് എന്റെ തൊഴിൽ. ആളിനെ നമുക്ക് മനസ്സിലായി. ആൾക്കാരോട് നീ എന്തിനാ വെറുതെ? കള്ള് കേരളത്തിലുള്ള പാനീയമാണല്ലോ. ലിസ്റ്റ് എടുക്കാൻ ആളിയനെ തല്ലിയോമാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. Check it out.